ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഐക്യുവിൻ്റെ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആകാൻ പോകുന്ന ഒരു ഫോണുണ്ട്, iQOO Z10. അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ വീഡിയോ മൊത്തത്തിൽ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ അവസാനം ഇത് ഏത് യൂസേഴ്സിനാണ് ഈ ഒരു ഫോൺ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ അഡ്വാൻസും അതുപോലെ ഡിസഡ്വാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം വീഡിയോ മൊത്തത്തിൽ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയാണ് പറയാനുള്ളത്. 7300 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വെച്ചിരിക്കുന്നത്. മിനിമം നിങ്ങൾക്ക് 2 ദിവസമൊക്കെ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇപ്പോൾ നിങ്ങളൊരു ലൈറ്റ് വെയ്റ്റ് യൂസർ ആണെങ്കിൽ മിനിമം 2 ദിവസം കിട്ടും. പക്ഷേ നിങ്ങൾ ഹെവി യൂസർ ആണെങ്കിൽ മിനിമം എന്തായാലും 1 ഡേ മാത്രമേ നമുക്ക് ഈ ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടുള്ളൂ. നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിൽ മാത്രം. ഈ ഒരു ഫോൺ ലോഞ്ച് ആവുന്ന 2 കളർ വേരിയൻറ്റിലാണ്. ഒരു കളർ വേരിയൻ്റ് എന്ന് വെച്ചാൽ ഗ്ലേസർ സിൽവറും അതോടൊപ്പം തന്നെ സ്റ്റീലർ ബ്ലാക്കുമാണ് ഈ 2 കളർ വേരിയൻറ്റ് വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ മാറ്റ് ഫിനിഷ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചൊന്ന് പ്രീമിയം ലെവലായിട്ട് ഈ ഒരു ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഫോൺ മഴ നനഞ്ഞാലും പൊടിയൊക്കെ പിടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മനഃപൂർവ്വം പിടിച്ചതിന് നമുക്ക് വാറൻറ്റി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ IP65 റേറ്റിംഗ് ആണ് ഈ ഒരു ഫോണിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈഡ് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ അതോടൊപ്പം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് ഇരിക്കുന്നത്. പിന്നെ HDR സപ്പോർട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ബ്രൈറ്റ്നസ് നമുക്ക് 500 നിറ്റ്സിൻ്റെ ബിഗ് ബ്രൈറ്റ്നസ് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ഇതിൽ വരുന്നില്ല. പിന്നെ അവിടെ നിന്ന് മോണോ സ്പീക്കറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കാമായിരുന്നു, പക്ഷേ മോണോ സ്പീക്കറാണ്. എന്നാലും സ്പീക്കറിന് നല്ല രീതിയിൽ ലൗഡും കാര്യങ്ങളും ഉണ്ട്. ഇതിൽ പ്രൊസസ്സറായിട്ട് വരുന്നത് Qualcomm's Snapdragon 7S Gen 3 ആണ്. അപ്പം LPDDR4X റാമും UFS 2.2 ആണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഗെയിമിംഗ് സൈഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഒരു നല്ലൊരു സ്റ്റേബിളായിട്ടുള്ള പ്രോസസ്സറും കൂടെയാണ് ഈ ഒരു പ്രോസസ്സർ. പക്ഷേ നിങ്ങൾ വാല്യുബിളായിട്ട് ഒരു ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് iQOO XR ചൂസ് ചെയ്യാം. ബട്ട് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാതിരിക്കുക. ഈ ഒരു ഫോൺ ഒരു പ്രൈസ് റേഞ്ച് ഒന്ന് കുറഞ്ഞ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഫോണാണ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ റൺ ചെയ്യാൻ പറ്റും. ബട്ട് നമുക്ക് ഹെവി ആയിട്ട് നമ്മൾ ഗെയിം മാത്രം ഫോക്കസ് ചെയ്യണമെങ്കിൽ പറ്റില്ല എന്നേ പറയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹൈ എൻഡ് രീതിയിൽ നമുക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ iQOO XR തന്നെ ചൂസ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് നമുക്ക് കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വലിയ ഹീറ്റ് ഇഷ്യൂ ഒന്നും വരില്ല. നമുക്ക് വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ AI പരിപാടിയും കാര്യങ്ങളുണ്ട്. പിന്നെ സർക്കിൾ ടു സർക്കിൾ AI എറേസർ കാര്യം അങ്ങനെ കുറച്ച് AI പരിപാടികൾ ഇതിനകത്ത് വരുന്നുണ്ട്. ക്യാമറ സൈഡ് വരുന്നത് 50 മെഗാപിക്സലിൻ്റെ സോണീൻ്റെ IMX882 എന്ന് പറയുന്ന OS സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ്. പിന്നെ അതോടൊപ്പം തന്നെ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് വരുന്നുണ്ട്. പിന്നെ 4Kയിൽ 30 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം iQOO നല്ല രീതിയിൽ ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ iQOOൻ്റെ എല്ലാ ഫോൺസിനും നല്ല ക്യാമറ പെർഫോമൻസാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ ക്യാമറ സൈഡും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് iQOO കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പറയുന്നത് 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതോടൊപ്പം നമുക്ക് 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് iQOO പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏത് യൂസറിനാണ് പറ്റിയതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വലിയ ഫോൺസുകളൊന്നും വാങ്ങാൻ പറ്റില്ല. ബട്ട് എന്താ വെച്ചാൽ ലോ പ്രൈസിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസുള്ള നല്ല രീതിയിൽ ക്യാമറ പെർഫോമൻസൊക്കെ നല്ല രീതിയിൽ മൊത്തത്തിൽ ഓവറോൾ നല്ല രീതിയിലുള്ള ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാം. ബട്ട് പരമാവധി നിങ്ങൾ ഹെവി യൂസർ ആണെങ്കിൽ നിങ്ങളിത് നോക്കണ്ട. മീൻസ് ഹെവി എന്ന് വെച്ചാൽ നിങ്ങൾ ഗെയിമിൽ നല്ല രീതിയിൽ ഹെവി ആയിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാതിരിക്കുക. iQOO XR ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാത്തവർക്ക് ഓവറോൾ ഈ ഒരു ഫോൺ ഗുഡ് ഫോണാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ 7300 mAh ബാറ്ററി ഉണ്ടെങ്കിൽ ഇതിന് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ഞാൻ ഇടയ്ക്ക് വിട്ടുപോയതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഫോൺ എടുക്കണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ ഇനിയും ചെയ്യണതായിരിക്കും. സബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.